കരുവഞ്ചാലിൽ സ്വകാര്യ വ്യക്തികൾ പുഴ കയ്യേറി നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതായി പരാതി. പുഴയുടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധത്തിലാണ് മണ്ണിട്ട് നികത്തി മതിൽ പണിയുന്നത്. പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ജെയ്സൺ ഡൊമിനിക് ആരോപിച്ചു. മലയോര മേഖലയിലെ പ്രധാന ജലസ്രോതസ് കരുവഞ്ചാൽ ടൗണിനോട് ചേർന്ന പുഴയുടെ ഒരു ഭാഗത്ത് മണ്ണിട്ട് നികത്തി മതിൽ കെട്ടാനുള്ള ശ്രമം. മനുഷ്യാവകാശ പ്രവർത്തകർ ഇടപെട്ടതോടെ സ്വകാര്യ വ്യക്തി താൽക്കാലികമായി പിന്മാറി. അവധി ദിവസങ്ങളിലാണ് നിർമ്മാണ പ്രവൃത്തികൾ. കാലങ്ങളായി വ്യാപക കയ്യേറ്റമാണ് കരുവഞ്ചാൽ പുഴയിലും ഇതിനോട് ചേർന്ന പുറമ്പോക്ക് ഭൂമിയിലും നടക്കുന്നത്. പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് എൻവയോൺമെൻറ്റ് മിഷൻ എന്ന ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘടന നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാലങ്ങളായിട്ട് വില്ലേജ് ഓഫീസർമാർക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് RDO ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് വില്ലേജിൽ സർവേ സംബന്ധിച്ച് ഇതിന് പുറമ്പോക്ക് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്തിട്ടില്ല, ഇതിന് സ്കെച്ചില്ല എന്നാണ് വില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ റീസർവേ ഡിജിറ്റൽ സർവേയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരം ഒരു സ്കെച്ച് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. മറുവശത്ത് ഇവിടെ 6.1 സർവേ നമ്പറിൽപ്പെട്ട വീതി കുറഞ്ഞ സബ് ഡിവിഷനിൽ 3.64 ഏക്കർ ഭൂമി ഉണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ 6.2 ഈ ബസ് സ്റ്റാൻഡ് ഇങ്ങോട്ടേക്ക് 6.2 എന്ന് പറയുന്ന വീതി കുറഞ്ഞ ഒരു സബ് ഡിവിഷനും കൂടിയുണ്ട്. അപ്പോൾ ആ സബ് ഡിവിഷൻ്റെ ചേരുന്ന ഭാഗത്താണ് ഇപ്പോൾ കയ്യേറ്റം നടക്കുന്നത്. ഇതിപ്പോൾ ചേരുന്ന ഭാഗം 6.1 6.2 ചേരുന്ന ഭാഗത്താണ് ഇപ്പോൾ കയ്യേറ്റം നടക്കുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇപ്പോഴ് ആ സൈഡും ഈ സൈഡും നിലവിൽ കയ്യേറിയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു കെട്ട് ഇവിടെ പൂർത്തീകരിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കരുവഞ്ചാൽ പാലം മുതൽ ബസ് സ്റ്റാൻഡ് വരെ നടക്കുന്ന കയ്യേറ്റങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓംബുഡ്സ്മാനെ സമീപിക്കാനൊരുങ്ങുകയാണ് മനുഷ്യാവകാശ പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, പാലക്കോട്.